എല്ലാവർക്കും MICയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നിതിനാണ്. നമ്മളിന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ കേരളത്തിലെ ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൻ്റെ ഒരു ലിസ്റ്റുമായിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരു സീരീസ് ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. തിരുവനന്തപുരം ടു കാസർഗോഡ് വരെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഡോൾബി അറ്റ്മോസ് തിയേറ്ററുടെ ലിസ്റ്റാണ്. നമുക്കെന്നാൽ തുടങ്ങിയാലോ. തിരുവനന്തപുരം ജില്ലയിൽ എത്ര ഡോൾബി അറ്റ്മോസ് തിയേറ്ററും കാര്യങ്ങളുണ്ടെന്ന് നേരെ എന്നാൽ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു തിയേറ്റർ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തിയേറ്ററിലെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയും ടിക്കറ്റ് റേറ്റും കൂടെ നമ്മൾ ഇതിനകത്തോടെ പറയുന്നതായിരിക്കും കേട്ടോ. നമുക്കെന്നാൽ തുടങ്ങിയാലോ തിരുവനന്തപുരത്തെ ലിസ്റ്റും കാര്യങ്ങളും. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു തിയേറ്ററാണ് നമ്മുടെ ഏരിയസ്. ആദ്യം നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാം. നമ്മുടെ തിയേറ്ററിനകത്ത് OD 1-നകത്തും OD 5-നകത്തുമാണ് ഡോൾബി അറ്റ്മോസ് വരുന്നത്. നമുക്ക് ആദ്യം OD 1-ൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും നോക്കാം. OD 1-നകത്തെ സ്പെസിഫിക്കേഷനോട്ട് പോവുകയാണെങ്കിൽ RGB ലേസർ പ്രൊജക്ഷൻ 4K ഡോൾബി അറ്റ്മോസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി സീറ്റിലോട്ട് പോവുകയാണെങ്കിൽ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും പോവുകയാണെങ്കിൽ 160, അത് 3Dയും കൂടെ ആണെങ്കിൽ 190 രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത്. 180-ൻ്റെ സീറ്റ് ആണെങ്കിൽ 210 ആവും. 3D ആകുമ്പോൾ 480 അടുത്ത ഒരു കാറ്റഗറി. അത് 3Dയും കൂടെ വരുമ്പോഴത്തേക്ക് 510 ആവും. നമ്മുടെ തിയേറ്ററിനകത്ത് 160 രൂപയുടെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് വെച്ചാൽ 395 ടോട്ടൽ വരുന്നത്. 180 രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് 293 വരുന്നത്. 480 രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് 42 സീറ്റാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ OD 1-നകത്ത് ഏറ്റവും വലിയ OD നമ്മുടെ OD 1 ആണ്. 730 സീറ്റാണ് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും നമ്മുടെ ഏരിയസിനകത്തെ ആദ്യത്തെ ODക്കകത്ത് വരുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. OD 5 നമ്മുടെ OD 5 ആണ്. OD 5-നെ കുറിച്ച് പറയുകയാണെങ്കിൽ 4K ഡോൾബി അറ്റ്മോസ് ആണ് വരുന്നത്. നമ്മുടെ തിയേറ്ററിനകത്തെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ 110, 160, 300, 430. നമുക്കിനി ഓരോ ടിക്കറ്റ് റേറ്റിനും എത്ര സീറ്റാണ് നമ്മുടെ തിയേറ്ററിനകത്ത് ഉള്ളതെന്ന് നോക്കാം. 110-ന് 22 സീറ്റുമാണ്, 160-ന് 154 സീറ്റ്, 300-ന് 12 സീറ്റ്, 430-ന് 32 സീറ്റ്. നമ്മുടെ അപ്പോൾ തിയേറ്ററിനകത്ത് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് 220 ഇനി നമുക്ക് നെക്സ്റ്റ് തിയേറ്റർ. അടുത്തത് നമ്മുടെ ന്യൂ തിയേറ്ററാണ്. OD 1-ഉം OD 2-ഉം ഡോൾബി അറ്റ്മോസ് വരുന്നത്. ആദ്യത്തെ സ്ക്രീനെ കുറിച്ച് പറയുകയാണെങ്കിൽ RGB ലേസർ പ്രൊജക്ഷനാണ്, ഡോൾബി അറ്റ്മോസ് ആണ്. നമുക്ക് ടിക്കറ്റ് റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ 150 രൂപയും 250 രൂപയാണ് വരുന്നത്. 150-നകത്ത് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് 349. 250 രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് വരുന്നത് 100 സീറ്റാണ്. ടോട്ടൽ 449 സീറ്റും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത്. അടുത്ത OD 2-നകത്തോട്ട് പോവുകയാണെങ്കിൽ 2K പ്രൊജക്ഷനാണ്, ഡോൾബി അറ്റ്മോസ് ആണ് നമ്മുടെ തിയേറ്റർ വരുന്നത്. 150 രൂപ ഒറ്റ കാറ്റഗറി സീറ്റിംഗ് കാര്യങ്ങൾ അതിനകത്ത് വരുന്നത്. ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി 202 ആണ് വരുന്നത്. നമുക്കിനി അടുത്ത തിയേറ്ററിലോട്ട് പോയാലോ. അടുത്ത നമ്മുടെ തിയേറ്റർ MG സിനിമാസ്. 2 സ്ക്രീനാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത്. 4K 3D ആണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്ന ഡോൾബി അറ്റ്മോസ്. 129 രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത്. ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി 350. ഇനി അടുത്ത തിയേറ്റർ HK സിനിമാസ്. 2 അപ്പുറം ഇപ്പുറം വലിയ ദൂരം ഡിഫറൻറ്റ് ഇല്ലാത്ത 2 തിയേറ്ററാണ് കേട്ടോ ഈ HK MD എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെയിം ഫീച്ചർ തന്നെയാണ് നമ്മുടെ ഇപ്പുറത്തെ തിയേറ്ററിനകത്തും വന്നിരിക്കുന്നത്. ടോട്ടലിൻ്റെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും 129 രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത്. ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി മാറ്റമുണ്ട്, 390. അതായത് MDയെക്കാട്ടി കുറച്ചുകൂടി കൂടുതലാണ് നമ്മുടെ തിയേറ്ററിനകത്തുള്ളത് കേട്ടോ. ഡോൾബി അറ്റ്മോസ് ആണ് നമ്മുടെ തിയേറ്റർ. എപ്പോഴും ഈ ഡോൾബി അറ്റ്മോസ് ഒന്നും ഇങ്ങനെ എടുത്ത് പറയേണ്ട കാര്യം, നമ്മൾ ഡോൾബി അറ്റ്മോസ് കണ്ടിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ എന്നൊരു ഊക്കും കൂടെ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അത് നമുക്ക് വന്നു പോകുന്നതാണ് കേട്ടോ. PVRൻ്റെ കീഴിൽ വരുന്നത് കൃപ തിയേറ്ററിനെ കുറിച്ചാണ് പറയുന്നത്. 165 രൂപയുടെ ടിക്കറ്റ് റേറ്റും 185 രൂപയുടെ ടിക്കറ്റ് റേറ്റും ഉണ്ട്. ചില ദിവസങ്ങളിൽ ടിക്കറ്റ് റേറ്റ് വ്യത്യാസം വരാറുണ്ട്. 99 രൂപയുടെ തിയേറ്ററിനകത്ത് നമുക്ക് പടവും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് PVR കൃപ. ചില ദിവസങ്ങളിൽ നമുക്ക് വരുന്നത് 185-ഉം 205-ഉമാണ്. നമ്മുടെ തിയേറ്ററിനകത്ത് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് 165 രൂപയുടെനകത്ത് 240 സീറ്റാണ് നമ്മുടെ തിയേറ്ററിനകത്തുള്ളത്. 185-ൻ്റെ സീറ്റാണെങ്കിൽ 16 സീറ്റാണ് നമുക്ക് വരുന്നത്. നമുക്ക് ടോട്ടൽ നമ്മുടെ തിയേറ്ററിനകത്ത് 256 സീറ്റാണ് നമ്മുടെ തിയേറ്ററിനകത്ത് ടോട്ടൽ വരുന്നത്. ഇനി നമുക്ക് അടുത്ത തിയേറ്ററിലോട്ട് പോയാലോ. അടുത്തത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു തിയേറ്ററാണ് IMB ബിഗ് സ്ക്രീന്. നമുക്ക് 130 രൂപയാണ് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത്.
ഫസ്റ്റ് ക്ലാസ്സും ബാൽക്കണിയാണ് വരുന്നത്. ബാൽക്കണി ബ്ലോക്ക് ആക്കിയിട്ടേക്കണം. എനിക്കൊന്ന് ഫാമിലികൾക്ക് മാത്രമായിരിക്കാം ബാൽക്കണിയിലോട്ട് അലൗഡ്, അങ്ങനെയുള്ള തിയേറ്ററുകളും ഉണ്ട്. അപ്പം അതിനകത്ത് ബുക്ക് മൈ ഷോയ്ക്കകത്ത് നമുക്ക് ബ്ലോക്കാണ്. അപ്പം അവിടെ പോയിട്ടായിരിക്കും അതിൻ്റെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും എടുക്കേണ്ടത്, ടിക്കറ്റ് എടുക്കുന്നത്. പക്ഷേ അതിൻ്റെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടില്ല. അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയാം ബാൽക്കണിയുടെ. നമുക്ക് ബാൽക്കണിക്കകത്ത് വരുന്നത് 51 സീറ്റുമാണ്. ഫസ്റ്റ് ക്ലാസ്സിന് വരുന്നത് 370 സീറ്റാണ്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 421 സീറ്റാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത്. 2K ഡോൾബി അറ്റ്മോസ് ആണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും വരുന്നത്. അടുത്ത തിയേറ്ററിലോട്ട് പോവുകയാണെങ്കിൽ റാണി ടർക്കീസ് സ്ക്രീൻ 1-നകത്താണ് നമ്മുടെ ഡോൾബി അറ്റ്മോസും കാര്യങ്ങളും ഉള്ളത്. 4K ഡോൾബി അറ്റ്മോസാണ് തിയേറ്ററും കാര്യങ്ങളും വരുന്നത്. 130ഉം 250ഉമാണ് നമ്മുടെ തിയേറ്ററിനകത്ത് ടിക്കറ്റ് റേറ്റിംഗ് കാര്യങ്ങളും വരുന്നത്. 130 രൂപ ടിക്കറ്റ് റേറ്റിനകത്ത് 238 സീറ്റാണ് നമുക്ക് വേണ്ടി കൊടുക്കുന്നത്. 250 രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് 30 സീറ്റാണ് വരുന്നത്. നമുക്ക് രണ്ടും കൂടെ കൂടുമ്പോഴത്തേക്ക് 268 സീറ്റും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത്. അടുത്ത് നമ്മുടെ തിയേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗംഗാ സിനി ഹൗസ് ആറ്റിങ്ങൽ 3 സ്ക്രീനാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത്. നമുക്ക് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് 130, 200, 300 എന്നാണ്. നമുക്ക് 130-നകത്ത് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി 412ഉം 200-നകത്ത് 200 സീറ്റും 300-നകത്ത് 42 സീറ്റുമാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത്. 4K അറ്റ്മോസ് ആണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും വരുന്നത്. 3 സ്ക്രീനാണ് നമ്മുടെ തിയേറ്ററിൽ വരുന്നത്. ടോട്ടൽ നമ്മുടെ തിയേറ്ററിൻ്റെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി അപ്പം 654ആണ്. നല്ലൊരു ഹ്യൂജ് വലിയൊരാളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു തിയേറ്ററാണ് നമ്മുടെ ഗംഗ. നമ്മുടെ തിയേറ്ററിന് ഇതുവരെ മൊത്തം 8 തിയേറ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ 8 തിയേറ്ററിനകത്തും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള തിയേറ്ററിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് തിയേറ്ററിന് കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. എന്താണ് ആ തിയേറ്റർ നിങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള കാരണം കൂടി നിങ്ങളൊന്ന് പറയുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സഖമായിട്ടുള്ള ഒരു കാവേരി എന്ന് പറയുന്ന തിയേറ്ററാണ് അടുത്തത്. അതായത് ഗംഗാ സിനി ഹൗസിനകത്ത് തന്നെ ഉള്ള അടുത്ത കാവേരി എന്ന് പറയുന്ന സ്ക്രീനകത്താണ് വരുന്നത്. കാവേരിക്കകത്ത് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളും വരുന്നത് 130 രൂപ ടിക്കറ്റ് റേറ്റ്, 425ആണ് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി. 4K അറ്റ്മോസാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത്. നല്ല ഹ്യൂജ് സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു തിയേറ്റർ തന്നെയാണ് നമ്മുടെ ഗംഗാ സിനി ഹൗസിനകത്തെ കാവേരി സ്ക്രീൻ എന്നും നമുക്ക് പറയാം. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് സിനിപോളിസിൻ്റെ സ്ക്രീനിലോട്ടാണ്. സ്ക്രീൻ 4 ആണ്. നമുക്ക് 6 സ്ക്രീനാണ് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. ടിക്കറ്റ് റേറ്റ് കുറച്ച് നല്ല ഒരു ഇതുണ്ട് കേട്ടോ. 200, 220, 240, 400. അറ്റ്മോസാണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും വരുന്നത്. നമുക്ക് 200-ൻ്റെ സീറ്റിനകത്ത് 40 സീറ്റും 220-ൻ്റെ ടിക്കറ്റ് റേറ്റിനകത്ത് 160 സീറ്റും 240 രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് 92 സീറ്റും 400-ൻ്റെ 15 സീറ്റും കാര്യങ്ങളാണ് വരുന്നത്. അപ്പം ടോട്ടൽ പറയുമ്പോൾ 307 സീറ്റാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത്. അടുത്തത് നമ്മളെ കേരള സർക്കാരിൻ്റെ തിയേറ്ററാണ്. നമ്മൾ പലർക്കും ഇങ്ങനെ പറയുമ്പം അത് സർക്കാർ തിയേറ്ററാണ് എന്ന് പറയുമ്പോൾ ചോദിക്കും സർക്കാരിൻ്റെ തിയേറ്ററിനുണ്ടോ എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരെ ഞാൻ കണ്ടു കേട്ടോ. എന്നാൽ അത് ഇന്നത്തോടെ മാറിയേക്കണം. സർക്കാരിന് സ്വന്തമായി തിയേറ്ററും കാര്യങ്ങളുണ്ട്. KSFDC എന്ന് പറയുന്നത് നമ്മുടെ കേരള സർക്കാരിൻ്റെയാണ്. അങ്ങനെ നമുക്കൊരു സ്റ്റാൻഡിൻ്റെ അടുത്ത് KSRTC തിരുവനന്തപുരം സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു തിയേറ്ററുണ്ട്, ലെനിൻ സിനിമാസ് എന്ന് പറയുന്നത്. അവിടുത്തെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് 450, 129ആണ്. നമ്മുടെ സർക്കാർ തിയേറ്ററിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് വെച്ചാൽ ടിക്കറ്റ് റേറ്റ് കുറവും ഫെസിലിറ്റി സാധനം, അതായത് പ്രൊജക്ഷൻ ആയാലും സൗണ്ട് ആയാലും നല്ല കിടിലിനാണ്. സർക്കാർ മോശമാണെങ്കിലും തിയേറ്ററിൻ്റെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. നല്ല അടിപൊളി തിയേറ്ററുകളാണ് കേട്ടോ. ടിക്കറ്റ് റേറ്റും അതുപോലെ തന്നെ നമ്മുടെ അമ്മമാർക്ക് പാല് കൂട്ടുന്ന ഏക തിയേറ്റർ, അതായത് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കണമെങ്കിൽ സൗകര്യമുള്ള നമ്മുടെ കേരളത്തിലെ ഏക തിയേറ്റർ നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന തിയേറ്ററിന് മാത്രമാണ് കേട്ടോ. അതിനി വരാൻ പോകുന്ന കുറേ തിയേറ്ററിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ട് കാലം തൊട്ട് പിള്ളേർക്ക് പാല് കൊടുക്കാൻ അങ്ങനെയുള്ള ഒരു പ്രത്യേക റൂമും കാര്യങ്ങളുള്ള ഒരു തിയേറ്റർ നമ്മുടെ കേരള സർക്കാരിന് മാത്രമുള്ളതാണ് കേട്ടോ. നമുക്ക് ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും പറയുന്നത് 150, 129. നമുക്ക് 150-നകത്ത് 22 സീറ്റും 129-നകത്ത് 157 സീറ്റുമാണ് വരുന്നത്. നമുക്ക് 4K 3D ഡോൾബി അറ്റ്മോസ് ആണ് വരുന്നത്. നമ്മുടെ തിയേറ്ററിനകത്ത് ടോട്ടൽ സിറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 179ആണ്. അടുത്ത തിയേറ്റർ നമ്മുടെ കാളിദാസ് ആണ് കേട്ടോ. കാളിദാസ് സിംപ്ലക്സ് തിരുവനന്തപുരത്തുകാർക്ക് നല്ല പരിചയമുള്ള ഒരു തിയേറ്ററാണ് കേട്ടോ. നല്ല കിടുക്കാച്ചി ഒരു തിയേറ്ററിൻ്റെ പറയാൻ പറ്റുമെന്ന് ഏരിയ പ്ലസിൻ്റെ കൂടെ ഒപ്പം പിടിച്ചിരിക്കുന്ന ഒരു തിയേറ്ററാണ് നമുക്ക് പറയാം കേട്ടോ.
നമുക്ക് ഓഡി 1-നകത്തും ഓഡി 2-നകത്തുമാണ് നമുക്ക് ഡോൾബി അറ്റ്മോസ് വരുന്നത്. മൊത്തത്തിൽ 6 സ്ക്രീനാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ക്രീൻ 1-ൻ്റെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും നോക്കാം. 150, 180, 400 ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത്. നമുക്കിനി സീറ്റിലോട്ട് പോവുകയാണെങ്കിൽ 150 രൂപയുടെതിനകത്ത് 210 ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. 180-ൻ്റെനകത്ത് 258ഉം 400-ൻ്റെ സീറ്റിനകത്ത് 45 സീറ്റുമാണ് വരുന്നത്. 513 നമ്മുടെ തിയേറ്ററിലെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. 4K RGB ലേസർ പ്രൊജക്ഷനാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ക്രീൻ 2-ലോട്ട് വരികയാണെങ്കിൽ 150, 180, 400 സെയിം ടിക്കറ്റ് റേറ്റും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത്. സീറ്റിലോട്ട് വരികയാണെങ്കിൽ 150 രൂപയുടെ ടിക്കറ്റ് റേറ്റ് 96, 180 രൂപയുടെതിനകത്ത് 192, 400-ൻ്റെനകത്ത് 17 സീറ്റുമാണ് വരുന്നത്. ടോട്ടൽ 305. നമുക്കിനി അടുത്ത തിയേറ്ററിലോട്ട് പോയാലോ. നമ്മൾ ഇനി പറയാൻ പോകുന്നത് 12-ാമത്തെ തിയേറ്ററാണ്. 12-ാമതൊരു തിയേറ്റർ ഇനി തിരുവനന്തപുരത്തുണ്ടോ ഡോൾബി അറ്റ്മോസ്? എൻ്റെ പൊന്നെ, തിരുവനന്തപുരംകാരൊക്കെ ലക്കടിച്ചവരാണല്ലേ. ഇത്രയും ഡോൾബി ആൻഡ് 4K 2K പ്രൊജക്ഷനൊക്കെയുള്ള നല്ല കിടിലൻ തിയേറ്ററുകൾ അല്ലേ. ഓക്കെ, ഇനി 12-ാമത്തെ നമ്പർ നമ്മൾ ആറ്റിങ്ങലിൽ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത്. ഡ്രീം സിനിമാസ്. ഒരുപാട് സ്ക്രീൻ 2 വളരെയധികമാണ് അവിടുത്തെ കേട്ടോ. ഒരു പ്രത്യേക ഒരു ഫീലിംഗ്, സൗണ്ടായാലും സ്ക്രീനിൻ്റെ സൈസും ആ ഇരിക്കുന്ന നമ്മുടെ സോഫയുടെയും കാര്യങ്ങളും എല്ലാം വെച്ച് അതിമനോഹരമായിട്ടുള്ള ഒരു തിയേറ്ററാണ് ഡ്രീംസ് 2. സ്ക്രീൻ 2 ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സോഫ റിക്ലൈനറാണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. 3 സ്ക്രീനാണ് ടോട്ടൽ നമ്മുടെ വരുന്നത്. നമ്മുടെ കമൻറ്റ് ബോക്സിനകത്ത് പിൻ ചെയ്തേക്കാം. ആവശ്യമുള്ളവർ ആ തിയേറ്ററിൻ്റെ വീഡിയോ കൂടെ കാണാവുന്നതാണ്. സോഫ 200, റിക്ലൈനർ 350. നമ്മുടെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ 135 വരുന്നത്. സോഫ സീറ്റിനകത്ത് 120 വരുന്നത് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി. റിക്ലൈനറിനകത്തോട്ട് വരുമ്പോൾ 15 കേട്ടോ. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 135 ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത്. നല്ല അടിപൊളി ഒരു തിയേറ്ററാണ്. എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു പ്രത്യേകം ഒന്ന് പറയുക കേട്ടോ, നമ്മുടെ ഡ്രീംസ് തിയേറ്ററിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. നമുക്ക് വരുന്നത് 4K RGB ലേസർ പ്രൊജക്ഷനും കാര്യങ്ങളാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത്. അടുത്ത തിയേറ്റർ ഏതാണെന്ന് ചോദിച്ചാൽ 13-ാമത്തെ തിയേറ്റർ SA മൾട്ടിപ്ലക്സ്. ടിക്കറ്റ് റേറ്റും കാര്യങ്ങളും വരുന്നത് 150ഉം 250ഉമാണ്. 150-നകത്ത് 216 സീറ്റാണ് വരുന്നത്. 250 രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് 26 സീറ്റാണ്. ടോട്ടൽ വരുന്നത് 242. നമ്മുടെ മൾട്ടിപ്ലക്സിനകത്ത് 2 സ്ക്രീനും കാര്യങ്ങളാണ് വരുന്നത്. 4K ഡോൾബി അറ്റ്മോസ് ആണ് തിയേറ്ററും കാര്യങ്ങളും വരുന്നത്. നെക്സ്റ്റ് തിയേറ്റർ ഇനി പറയാൻ പോകുന്നത് 14-ാമത്തെ തിയേറ്ററാണ് കേട്ടോ, മൃദംഗ. ടിക്കറ്റ് റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ 150ഉം 200ഉമാണ് നമ്മുടെ തിയേറ്ററിനകത്ത് ഈടാക്കുന്നത്. സീറ്റിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ 150 രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് 277ഉം 200-ൻ്റെ ടിക്കറ്റ് റേറ്റിനകത്ത് 72ഉമാണ്. നമുക്ക് ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് അപ്പം 349. 4K ഡോൾബി അറ്റ്മോസ് ആണ് നമ്മുടെ തിയേറ്ററിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് 15-ാമത്തെ തിയേറ്റർ സൂര്യ മൾട്ടിപ്ലക്സ്. സ്ക്രീൻ 1-നകത്താണ്. 4K 3D ആണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും വരുന്നത്. ഡോൾബി അറ്റ്മോസ്. സീറ്റിലോട്ട് പോവുകയാണെങ്കിൽ ടിക്കറ്റ് റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ 250, 130. 250-നകത്ത് 28 സീറ്റാണ് നമ്മുടെ തിയേറ്ററിനകത്ത് വരുന്നത്. 130 രൂപയുടെ ടിക്കറ്റ് റേറ്റിനകത്ത് 233 വരുന്നത്. ടോട്ടൽ 261 സീറ്റാണ് നമ്മുടെ തിയേറ്ററിനകത്ത് ഫുൾ വന്നിരിക്കുന്ന കപ്പാസിറ്റി. 4K 3D ആണ്. ഇനി നമ്മുടെ ഏറ്റവും അവസാനത്തെ തിയേറ്ററിലോട്ട് പോവുകയാണെങ്കിൽ സർക്കാർ തിയേറ്ററിൻ്റെ തന്നെയാണ് ഏറ്റവും അവസാനം വരുന്നത്. 16-ാമത്തെ തിയേറ്റർ ആരാണെന്ന് നോക്കിയാലോ. കൈരളി ശ്രീ നിള. 3 സ്ക്രീനാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് കൈരളിക്കകത്ത് വരുന്നത് നോക്കിയാലോ. 125 രൂപ ടിക്കറ്റ് റേറ്റ്, 443 നമ്മുടെ കൈരളിക്കകത്ത് വരുന്നത്. 4K ഡോൾബി അറ്റ്മോസ് ആണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും വരുന്നത്. പിന്നീട് ശ്രീ എന്ന് പറയുന്ന സ്ക്രീനകത്താണ്, അതായത് 2-ാമത്തെ സ്ക്രീനായിട്ടുള്ള ശ്രീക്കകത്താണ് 125 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. 310 ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റിയും വരുന്നത്. 4K ആണ്, അറ്റ്മോസ് ആണ് നമ്മുടെ തിയേറ്ററും കാര്യങ്ങളും വരുന്നത്. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ എല്ലാ തിയേറ്ററിലെയും ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തിയേറ്റർ നമ്മൾ മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അടിക്കാനും മറക്കരുത്. പിന്നീട് ഒരു കാര്യം, ഈ തിയേറ്ററിനകത്തൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങൾ പങ്കുവെക്കുക. പുതിയൊരു വീഡിയോ വരുന്നുണ്ടെങ്കിൽ വരെ നിങ്ങളുടെ സ്വന്തം നിതിൻ. ബായ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.